ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗോമതി അടുക്കളയിൽ നിൽക്കുന്ന സമയത്ത് മീനാക്ഷി വന്ന് വിഷമം പറയുന്നുണ്ട്. അച്ഛന് ഇത്രയും നല്ല രീതിയിലൊരു ബർത്ത്ഡേ ആഘോഷിച്ചിട്ട് എന്നെ അറിയിച്ചില്ലല്ലോ, എന്നാലും ഞാനത് അറിയാതെ പോയല്ലോ അമ്മയെന്നും പറഞ്ഞ് സങ്കടപ്പെടുക കേട്ടോ. അപ്പോൾ ഉടനെ നമ്മുടെ മിത്ര പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എന്തിനാ ചേച്ചി ഇങ്ങനെ വിഷമിക്കണേ, അതിൻ്റെ ഒരു ആവശ്യമില്ല. കാര്യം എന്താണെന്ന് വെച്ചാലേ ഇതൊന്നും ഞങ്ങൾ പോലും അറിയാത്ത കാര്യമാണ്. ദേവി ചേച്ചി സർപ്രൈസായിട്ട് നടത്തിയതല്ലേ, അതിനിപ്പോൾ എന്താ അങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോഴാണല്ലോ ദേവി അങ്ങോട്ട് ഓടി വരുന്നത്. എന്താ അമ്മേ നിങ്ങൾ മൂന്നുപേരും കൂടി ഇവിടെ നിന്ന് സംസാരിക്കണത്? ഏയ് ഒന്നുമില്ല. ഓ എനിക്ക് മനസ്സിലായി, എന്നാലും മീനാക്ഷി ആഘോഷത്തിൽ പങ്കെടുക്കാത്തുണ്ടല്ലേ. എന്നാലും എൻ്റെ മീനാക്ഷി കഷ്ടമായി പോയി വരാതിരുന്നതെന്ന് പറഞ്ഞ് മീനാക്ഷി വീണ്ടും കുത്തി നോവിക്കാട്ടോ. അപ്പോൾ ഗോമതി പറയാ, നീ ഒന്ന് ചുമ്മാതിരുന്നേ, നീ എന്തിനാ അവളെങ്ങനെ വിഷമിപ്പിക്കണേ? അത് നീ ആയിട്ട് നമ്മൾ മനഃപൂർവ്വം അല്ലല്ലോ ചെയ്തത്. അതുപോലെ മീനാക്ഷി അറിഞ്ഞിരുന്നെങ്കിൽ ഓടി വരും. ആ ശരി തന്നെ, എന്നാലും മതി, ഒന്ന് നിർത്തുന്നുണ്ടോ എന്ന് മിത്രയും പറയാട്ടോ. അല്ലെങ്കിലും ഞാൻ പറയുന്നത് മാത്രമേ കുഴപ്പമുള്ളൂ, പറയാതിരുന്ന ഒരു കുഴപ്പമില്ലല്ലോ, ഞാൻ പോണേ എന്നും പറഞ്ഞ് മീനാക്ഷി കുറച്ച് തിരിയൊക്കെ കൊളുത്തിയിട്ടിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ. കടയിൽ അന്ന് ഭയങ്കര സന്തോഷത്തിലാണ് നമ്മുടെ ആകാശ്. കാരണം അവിടെ മീനാക്ഷിയുടെ അച്ഛൻ്റെ അമ്മയുടെ സ്നേഹമൊക്കെ ശരിക്കും ആകാശിൻ്റെ മനസ്സിൽ തട്ടിയിട്ടുണ്ട്. കടയിൽ നിന്ന് സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് രാമേട്ടൻ ഒരു ബോക്സ് നിറച്ചും ലഡുവായിട്ട് വരുന്നത്. എന്നിട്ടും കടയിൽ വരുന്ന ആൾക്കാർക്കൊക്കെ ലഡു കൊടുക്കുകയും ബാലനും ബാക്കി ധർമ്മനും ആകാശിനും ഒക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വന്നവരോടൊക്കെ പറയാം, ഇന്ന് ബാലൻ്റെ ബർത്ത്ഡേ ആണ്, കാരണം ബാലൻ ഇത്ര സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ അത് ആഘോഷിക്കണ്ടേ. അപ്പോൾ ഈ ഒരു ആഘോഷ നിമിഷങ്ങളിൽ തന്നെ രാമേട്ടൻ പറയാം, ഇനി അടുത്ത വർഷം ഇതേ ആഘോഷം നടത്തണം. അത് നമുക്ക് ഇവിടെ വെച്ച് തന്നെ നടത്താം, ഈ ഗോമതി സ്റ്റോറിൽ വെച്ച് അടിപൊളിയായിട്ട്. അതാകുമ്പോൾ കുറച്ചുകൂടി അതിന് മധുരം കൂടും. പിന്നെ ബാല, നിൻ്റെ മാത്രം നടത്തിയാൽ പോരാ, എല്ലാ മക്കളുടെ ബർത്ത്ഡേ വരുമ്പോഴും ഇതുപോലെ ആഘോഷിക്കണം കേട്ടോ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ആകാശിനൊരു കോൾ വരിക. അയ്യോ മീനാക്ഷിയുടെ അച്ഛനാണല്ലോ എന്നും പറഞ്ഞ് ഫോണെടുത്ത് മാറി നിന്ന് സംസാരിക്കുക കേട്ടോ. ഇത് നമ്മുടെ ബാലന് തീരെ പിടിക്കുന്നില്ല. കുശുമ്പ് ഇങ്ങനെ മനസ്സിൽ വന്ന് തുടങ്ങി. ഇതൊക്കെ ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ കുറേ നേരം ആകാശ് സംസാരിക്കുക. അപ്പോൾ അച്ഛൻ അവിടെ നിന്ന് പറയാ, എന്തായാലും ബാലനുണ്ടല്ലോ അവിടെ, ഒന്ന് സ്പീക്കറിലിടാവോ, ഒന്ന് സംസാരിക്കാനെന്ന് പറയാം. അങ്ങനെ ബാലൻ്റെ അടുത്തേക്ക് ആ ഫോൺ കൊണ്ട് ചെല്ലുകയാണ് ആകാശ്. സ്പീക്കറിലാണ്, ബാലനും സംസാരിക്കുകയൊക്കെ ചെയ്യണം. എല്ലാം കഴിഞ്ഞ് ഫോൺ വെച്ച് കഴിയുമ്പോൾ പാവം പിടിച്ച ആകാശിന് നല്ലപോലെ കൊടുക്കുകയാണ് കേട്ടോ ഈ ബാലൻ. നിന്നിട്ട് പറയാം, ആകാശേ ഇത് കടയാണെന്നുള്ള കാര്യം നിനക്ക് ഓർമ്മ വരണം. നമുക്ക് കടയെന്ന് പറയുമ്പോൾ ഇവിടെ കസ്റ്റമറും കച്ചവടവും ഒക്കെ തന്നെ ആവണം. ആ സമയത്ത് ഇങ്ങനെ ഫോൺ വിളിച്ച് സംസാരിച്ച് സമയം കളയല്ല വേണ്ടത്. അതിനിപ്പോൾ ഇവിടെ എന്താ ഉണ്ടായേ എന്ന് രാമേട്ടൻ ചോദിക്കും. എന്താ ഉണ്ടായെന്നോ? ഇത്ര നേരം ഇങ്ങനെ വിളിച്ച് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല, ആവശ്യങ്ങളും സംസാരങ്ങളും ഒക്കെ പിന്നെ ആയാൽ പോരെ എന്നും പറഞ്ഞ് വഴക്ക് കൊടുക്കുമ്പോൾ ആകാശം അവിടെ നിന്ന് അങ്ങ് പോവാട്ടോ. അങ്ങനെ ബാലൻ്റെ മനസ്സിൽ ചെറിയൊരു കുശുമ്പ് വീണിട്ടുണ്ട്. കാരണം മീനാക്ഷിയുടെ അച്ഛൻ ഇനി കൂടുതൽ സംസാരിച്ച് ആകാശിൻ്റെ സ്നേഹം അങ്ങോട്ട് പോകുമെന്നുള്ളൊരിത് വന്നിട്ടുണ്ട്. അങ്ങനെ അന്നാണെങ്കിൽ നമ്മുടെ ആര്യന് കുറച്ച് ദൂരോട്ടുള്ള ഒരു ഓട്ടം വന്നിട്ടുണ്ട്. കോട്ടയത്തോ ഇടുക്കിയോ ആ ഭാഗത്ത് എവിടെയാണ്, ഭയങ്കര ദൂരമാണ്. വണ്ടി ഓടിച്ച് വേണം പോയി ലോഡ് ഇറക്കാനായിട്ട്. അത് വന്ന് മിത്രയോട് പറയാം, മിത്രേ എനിക്കിന്ന് കുറച്ച് ദൂരം വരെ പോകാണ്ട്. അതെന്തിനാ ആര്യ, ഇന്ന് ആര്യം നേരത്തെ അല്ലേ വന്നത്, അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ സന്തോഷമായി. അതിനിടയ്ക്ക് തിരിച്ച് പോവാ. അതെ, പിന്നെ കുറച്ച് കാശ് കിട്ടുന്ന കാര്യമാണ്, ദൂരെ ഓട്ടം ആണെന്നേ ഉള്ളൂ, ഞാൻ എന്തായാലും പോയിട്ട് വരാം, ലേറ്റ് ആവും, നാളെ ആവും, നീ വിഷമിക്കണ്ട എന്നൊക്കെ പറയുമ്പോൾ പക്ഷേ മിത്രയ്ക്ക് നല്ല വിഷമാവാണ്. മിത്ര പറയാ, എന്തിനാ ആരെയും ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടണേ, എനിക്ക് വേണ്ടിയാണോ, ഇതിൻ്റെ ആവശ്യമില്ല. ദേ മിത്ര, നിൻ്റെ ഈ സംസാരം നിർത്തിക്കോ, എപ്പോഴും എനിക്ക് വേണ്ടിയാണോ ചോദിക്കരുത്, നിനക്ക് വേണ്ടിയും കൂടി തന്നെയാണ് എന്ന് പറഞ്ഞാൽ അതിലെനിക്കൊരു വിഷമവും ഇല്ല. അത്ര പറയാൻ എന്തായിരിക്കണേ, നീ എൻ്റെ ആരാ, നീ എൻ്റെ ഭാര്യയല്ലേ. പിന്നെ എനിക്കൊരു ബൈക്ക് എടുക്കണം, ഞാൻ നിന്നോട് പറഞ്ഞല്ലോ, അതിന് വേണ്ടിയും കുറച്ച് കാശ് ഒപ്പിച്ചേ പറ്റൂ. ഇങ്ങനെയൊക്കെ ഓട്ടം പോയാലേ പൈസ കയ്യിൽ വരൂ. അതല്ലേ ആര്യ ഞാൻ പറഞ്ഞത്, നമുക്ക് വേറെ എന്തെങ്കിലും വഴി നോക്കാം. ഇങ്ങനെ ദൂരെ ഓട്ടം ഈ രാത്രി ഇതൊന്നും വേണ്ട. എന്ത് വഴി നോക്കാമെന്നാണ് നീ പറയണേ? ഞാനും കൂടെ എന്തെങ്കിലും ജോലിക്ക് പോവാം, അല്ലാന്നുണ്ടെങ്കിൽ വേറെ ലോൺ എടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. അതും അല്ലെങ്കിൽ അല്ല, അപ്പുറത്തുനിന്ന് അമ്മ എനിക്ക് കുറച്ച് സ്വർണം കൊണ്ട് തന്നിട്ടുണ്ടല്ലോ, അതെങ്ങാനും പണയം വെച്ച് ദേ മിണ്ടി പോകരുത്. ഒരിക്കൽ കിട്ടിയ സ്വർണത്തിൻ്റെ ആ ഒരു സംസാരം ഇതുവരെ തീർന്നിട്ടില്ല, പിന്നീട് ഇനി അടുത്ത സ്വർണം. നീ ഒന്ന് മിണ്ടാതിരിക്കുക. നിന്നോട് ഞാനൊരു കാര്യം പറയാം, എനിക്ക് എൻ്റെ അച്ഛനോടോ അമ്മയോടോ ഒന്നും കൈ നീട്ടാൻ എനിക്ക് തീരെ താല്പര്യമില്ല. ഇതാ യഥാർത്ഥ സത്യം. ഞാൻ അധ്വാനിച്ച് ഞാൻ തന്നെ ഉണ്ടാക്കിക്കൊള്ളാം. അതിലിപ്പോൾ എന്താ ഇത്ര നാണക്കേട്? പിന്നെ ജോലിക്കല്ലേ പോണത്, പിടിച്ചു പറിക്കാനോ ഒന്നിനും അല്ലല്ലോ. അതല്ല ആര്യം വിഷമിക്കാതെ നമുക്ക് ശരിയാവും. എന്ത് ശരിയാവും? നീ ഒരു കാര്യം ചിന്തിക്കുക. ഇവിടെ ആനന്ദേട്ടനാണെങ്കിൽ എത്രയൊക്കെ തന്നെയായാലും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ നല്ല ശമ്പളമുള്ള ജോലിയാണ് ആനന്ദേട്ടന്. അതുപോലെയല്ല അച്ഛൻ്റെ സപ്പോർട്ടുണ്ട്. പിന്നെ ശ്രീദേവി ചേച്ചിയുടെ വീട്ടുകാർക്ക് നല്ല പണവും ഉണ്ട്. മീനാക്ഷി ചേച്ചിക്കോ നല്ലൊരു ജോലിയുണ്ട്. ജീവിതകാലം മുഴുവനും അവർക്ക് ജീവിക്കാനുള്ള സമ്പാദ്യം ഉണ്ടാവും. കാരണം ഗവൺമെൻറ് ജോലിയാണ്. പിന്നെ ആകാശേട്ടനും കടയിൽ നിന്നുള്ള വരുമാനവും ഒക്കെ ഉണ്ട്. അവരും അങ്ങനെ അങ്ങ് ജീവിച്ച് പോകുള്ളൂ. പക്ഷേ
ഒന്നുമില്ലാത്ത നമ്മളാ മിത്രേ, നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കിയേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ ഞാനും കൂടി ജോലിക്ക് പോകുമെന്ന് പറഞ്ഞില്ലേ, നമുക്കും നല്ലൊരു ഗതി വരും. നോക്കിക്കോ, ഞാനും പഠിച്ച് ഒരു ഗവൺമെൻറ് ജോലി സമ്പാദിക്കും. പക്ഷേ അതോടുകൂടി നമ്മളെ സങ്കടങ്ങളൊക്കെ തീരുവാരിക. പക്ഷേ ആര്യൻ്റെ പഠിത്തം വിടല്ലേ, അപ്പോൾ ആര്യന് നല്ലൊരു ജോലി കിട്ടും. ശരിയാ നീ പറഞ്ഞത് എന്ന് പറഞ്ഞ് പഠിത്തത്തിന് വേണ്ടി ഇങ്ങനെ പുറകെ നടക്കാണെന്ന് എനിക്ക് പറ്റത്തില്ല. പഠിത്തം വന്നോട്ടെ, പഠിക്കേണ്ട സമയമാകുമ്പോൾ ഞാൻ അത് ചെയ്തോളാം. പക്ഷേ ഞാനിപ്പോൾ പിടിച്ചു പറിക്കാനോ മോഷ്ടിക്കാനോ മറ്റുള്ള കാര്യത്തിനൊന്നുമല്ല പോണത്, അധ്വാനിക്കാനല്ലേ. അധ്വാനിച്ച് ജീവിക്കുന്നതുകൊണ്ട് എന്താ ഇപ്പം ഇത്ര കുഴപ്പം എന്ന് പറഞ്ഞ് മിത്രയെ സമാധാനിപ്പിച്ചിട്ട് ശരി എന്നാൽ പിന്നെ ആര്യം പോയിട്ട് വാ എന്ന് പറയാം. അങ്ങനെ ആര്യൻ പോകാനുള്ള തയ്യാറെടുപ്പൊക്കെ എടുക്കാം കേട്ടോ. ഈ സമയത്ത് അടുക്കളയിൽ ചെന്ന് നമ്മുടെ മീനാക്ഷിയും ഗോമതിയൊക്കെ അവിടെ നിൽക്കുകയാണല്ലോ. ആ സമയത്ത് തന്നെ സങ്കടമായിട്ട് മിത്ര അങ്ങോട്ട് ചെന്ന് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഗോമതി പറയാം, എന്നാൽ ഇത്രയും ദൂരമൊക്കെ അവൻ പോകണോ, നീ വിട്ടോ? ഇല്ല, ഞാൻ സമ്മതിക്കുന്നില്ല. പക്ഷേ ആര്യൻ്റെ സ്വഭാവമല്ലേ, പറഞ്ഞാൽ കേൾക്കില്ലല്ലോ. ഇതെല്ലാം കേട്ടും കൊണ്ടാണ് നേരെ അങ്ങോട്ട് വരുന്നത് നമ്മുടെ ദേവി വീണ്ടും. ഓ, എന്നാലും എൻ്റെ മിത്രയും ഈ ആര്യനെ ഇത്രയും ദൂരത്തുനിന്ന് നിങ്ങൾ വിട്ടുകളയല്ലേ. അല്ലെങ്കിൽ ആര്യൻ ആര് പറഞ്ഞാലും ഒരു വകയില്ല, വകതിരിവില്ലാത്ത സാധനം. പിന്നെ പോരാഞ്ഞിട്ട് ഇപ്പം ഇങ്ങനെയൊക്കെയുള്ളൊരു സ്വാതന്ത്ര്യം കൊടുത്താലേ എൻ്റെ ആനന്ദേട്ടനും ഇതൊക്കെ കണ്ടങ്ങോട്ട് ചെയ്യും. എനിക്ക് അവിടെ പോകണം ഇവിടെ പോകണം എന്നൊക്കെ പറയാൻ തുടങ്ങും. അതുകൊണ്ട് മര്യാദ ആര്യനെ ഒരിടത്തും വിടാതെ ഇവിടെ പിടിച്ച് നിർത്താൻ നോക്കുക, മറ്റുള്ളവർക്കും കൂടെ ബുദ്ധിമുട്ടുണ്ടാക്കാതെ എന്നൊക്കെ പറഞ്ഞ് ശരിക്കും അങ്ങ് കുറ്റപ്പെടുത്താം കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ മിത്രയ്ക്ക് ഭയങ്കര വിഷമാവാണ്. അപ്പോൾ നമ്മുടെ മീനാക്ഷി പറയാം, അതിനിപ്പോൾ എന്താ, ജോലിക്കല്ലേ അവൻ പോണത്, കുറച്ച് ദൂരെ പോകുന്നു അത്രയേ ഉള്ളൂ, അതിനിപ്പോൾ എന്താ? ഓ, അതിനിപ്പോൾ എന്താണോ, നിങ്ങൾക്കൊക്കെ അത് പറയാം. അത് പക്ഷേ ഞാനാണെങ്കിൽ എൻ്റെ ആനന്ദേട്ടനെ വിടത്തൊന്നുമില്ല. പറയേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറയും. പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഇഷ്ടപ്പെടുത്തില്ല. ഇതാ ഇവിടുത്തെ കാര്യം. ഇനി ഞാൻ മിണ്ടാതിരിക്കണോ? വേണമെങ്കിൽ മിണ്ടാതെ ഇരിക്കാം എന്നും പറഞ്ഞ് വീണ്ടും ദേവി അവിടെ നിന്ന് പോവാട്ടോ. അപ്പോൾ ദേവിയാണെങ്കിൽ എന്നാൽ പിന്നെ ഇത് അങ്ങനെ വിട്ടുകൊടുത്താൽ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞു നേരെ ആര്യൻ്റെ റൂമിലേക്ക് ചെല്ലാം. ആര്യൻ ഡ്രസ്സൊക്കെ മാറിക്കൊണ്ട് നിൽക്കട്ടോ. ചെന്ന പടേ പറയാം, ആര്യ എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കണം. ആ, സംസാരിച്ചോ, എടുത്തേക്ക് എന്താ എന്നോട് പറയാനുള്ളത്? അതല്ല, എനിക്ക് നിന്നെ ഉപദേശിക്കണം. എന്തുപദേശമാണ് പറഞ്ഞോ? ഇങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ, എന്നെ വിളിച്ചാൽ പോരെ. ആ, ഇതാ നിൻ്റെ കുഴപ്പം. എന്തെങ്കിലും പറയാൻ വന്നു കഴിഞ്ഞാൽ അപ്പം തർക്കുത്തരം പറയും, വിവരമില്ലാത്ത വർത്തമാനം. ആ, എന്നാൽ പിന്നെ സംസാരിക്കണ്ട. എനിക്ക് ഗുണമുള്ള എന്തെങ്കിലും ആണെങ്കിൽ അല്ലെങ്കിൽ കേൾക്കാൻ പാകത്തിനുള്ളതാണെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. അതങ്ങനെ ശരിയാവും ആര്യ. പറയണതിന് മുമ്പ് കേൾക്കുന്നതിന് മുമ്പ് നീ അങ്ങ് തീരുമാനിച്ചോ, അത് നിനക്ക് വേണ്ടിയിട്ടുള്ള കാര്യം അല്ലാതുള്ളത്. അത് ശരിയല്ല കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പറയണം. നീയേ ഇത്ര ദൂരമൊന്നും യാത്ര പോകണം ശരിയല്ല. ഞാൻ ജോലിക്കല്ലേ പോണേ, അതിനെന്താ? എന്നാലും ഇവിടെ ഒരു പെണ്ണ് കാത്തിരിക്കുന്നതിന് കാരണം നിനക്ക് അറിയില്ലേ? അവളെ ഇട്ടേച്ച് വിഷമിച്ച് എന്തിനാ ഇങ്ങനെ പോണേ? അതിനെന്താ, അവൾക്കറിയാം ഞാൻ എന്താ ഏതാന്നൊക്കെ അവൾക്ക് നന്നായിട്ട് അറിയാം. അപ്പോഴാണ് മിത്ര ഒരു കപ്പ് വെള്ളമായിട്ട് അങ്ങോട്ട് വരുന്നത് കേട്ടോ. മിത്രയെ പിടിച്ച് നിർത്തിയിട്ട് പറയാം, കണ്ടോ മിത്രയെ പറയുന്നത്, നിന്നോട് ശരിക്കും പറഞ്ഞാൽ ആര്യന് ഒരു സ്നേഹമില്ല. പിന്നെ ഇവളുടെ മനസ്സ് എനിക്കറിയാം, അവൾ എന്തുമാത്രം പ്രയാസപ്പെടുന്നുണ്ടെന്നറിയോ? ആര്യനാണെങ്കിൽ ഇവളോട് ഒരു സ്നേഹവും ഇല്ല, ഒന്നുമില്ല. ഞാനൊരു കാര്യം പറയാം, ഒരു ഭാര്യ എന്ന് പറഞ്ഞാലേ കുറച്ചുകൂടെ സ്നേഹവും പരിഗണനയും ഒക്കെ കൊടുക്കണം ആര്യ. ഇങ്ങനെ മിണ്ടാതെ ഇങ്ങനെ നടന്നാൽ പോരാ. അതിനൊക്കെ എൻ്റെ ആനന്ദേട്ടൻ കണ്ട് പഠിക്കേണ്ടത് തന്നെ സ്നേഹത്തെ. അതൊക്കെ കേട്ട മിത്രയും ആര്യനും കൂടെ അന്തം വിട്ട് നിൽക്കുക. പിന്നെ എന്തിനാണ് ഇങ്ങനെ കിടന്ന് അലയണേ? എത്ര തവണ പറഞ്ഞു ഇങ്ങനെ കിടന്ന് അലയണ്ട, ഇവിടെ തന്നെ നമ്മുടെ കടയിലൊക്കെ പോയി നിൽക്കാൻ. ആര് പറഞ്ഞു? അല്ല, ഞാൻ പറഞ്ഞില്ലെങ്കിലും അച്ഛൻ പറഞ്ഞല്ലോ ആര്യനോട് എത്ര തവണ. ഓ, ഇങ്ങോട്ടൊന്നും കൂടുതലൊന്നും പറയണ്ട എന്നൊക്കെ ഇങ്ങനെ പറയണം. അച്ഛൻ എത്ര തവണ പറഞ്ഞു നിന്നോട് കടയിൽ വന്ന് നിൽക്കാൻ, നിനക്ക് അതിനൊന്നും വയ്യ. എന്നിട്ട് അവിടെ ഇവിടെയൊക്കെ കറങ്ങി നടക്കുന്നതിന് വലിയ സന്തോഷമല്ല. അതിൻ്റെ അർത്ഥം എന്താ? നിനക്ക് നിൻ്റെ ഭാര്യ പറയണത് കേൾക്കാൻ വയ്യ, അവളോട് സ്നേഹമില്ല, ഇതൊക്കെ തന്നെയാണ്. ഇനി എന്നെ കുറ്റപ്പെടുത്തിയാലും കുഴപ്പമില്ല. ഇതെല്ലാം മിത്ര പറയേണ്ട കാര്യങ്ങളുടെ അവളുടെ മനസ്സാണ് ഞാനിപ്പോൾ വായിച്ച് പറഞ്ഞത്. ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. ഇനി നിങ്ങൾ എന്താന്ന് വെച്ചാൽ അയക്കോ എന്നും പറഞ്ഞ് അവിടെ ഒരു തിരി കൊളുത്തിയിട്ടിട്ട് ദേവി അങ്ങോട്ട് പോവുക. അപ്പോൾ തന്നെ ആര്യന് ദേഷ്യം വരിക. ഈ കാര്യങ്ങളൊക്കെ ചെന്ന് ഇവരോട് പറഞ്ഞതുകൊണ്ടാണല്ലോ ഇവർ ഈ രീതിയിലൊക്കെ സംസാരിക്കണമെന്ന് പറഞ്ഞു മിത്രയോട്. എന്താ മിത്ര ഇതൊക്കെ? ഓഫ്, എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ മതി എവിടെയെങ്കിലും എന്ന് പറഞ്ഞ് ബാഗ് എടുത്തിട്ട് പോകുമ്പോൾ മിത്ര പറയാം, ആര്യനൊന്ന് നിന്നേ. ആര്യം എത്രയൊക്കെയാലും എനിക്ക് ആര്യം പോകുന്നു താല്പര്യമൊന്നുമില്ല. പക്ഷേ എന്നും പറഞ്ഞ് ആര്യൻ ഇങ്ങനെ കഷ്ടപ്പെടുന്നതും എൻ്റെ വിഷമങ്ങളും ഇതൊന്നും ഞാൻ മറ്റൊരാളോട് ഷെയർ ചെയ്യാറില്ല. പിന്നെ അവരെന്തൊക്കെയോ വിളിച്ച് പറഞ്ഞിട്ട് പോയതാ, അതാര്യം എന്നെ മനസ്സിലാക്കണം എന്ന് പറയാം. ശരി, എന്തായാലും ഞാൻ പോവാം. ആര്യ, ഈ ഒരു ഫുഡും കൂടെ കൊണ്ടുപോക്കോ എന്ന് പറഞ്ഞ് കയ്യിൽ കൊടുക്കുമ്പോൾ എനിക്കൊന്നും വേണ്ട, ഞാൻ വേറെ വല്ലയിടത്തുനിന്നും കഴിച്ചോളാം. അങ്ങനെ പറയരുത്, ഇതും കൂടെ കൊണ്ടുപോയില്ലെങ്കിൽ ഞാൻ ശരിക്കും സങ്കടപ്പെടുമെന്നും പറഞ്ഞു മിത്ര ഒരേ കരച്ചിലാട്ടോ. അങ്ങനെ അത് കേട്ടിട്ട് ആര്യന് നല്ല സങ്കടമാവുന്നുണ്ട്. ആര്യം പെട്ടെന്ന് നീ കണ്ണ് തുടയ്ക്ക്, ഞാൻ ഇനി ചോറ് കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞ് നീ ഇനി സങ്കടപ്പെടണ്ട കേട്ടോ എന്ന് പറഞ്ഞ് ആ പാത്രം വാങ്ങി
ബാഗിലേക്ക് വെക്കുക. പക്ഷേ നമ്മുടെ മിത്രയ്ക്ക് സങ്കടം സഹിക്കില്ല. ആ കണ്ണീര് കണ്ടിട്ട് പോകാൻ വയ്യല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പോട്ടടി സാരമില്ല, നീ കരയാതെ, കണ്ണീരൊക്കെ തുടയ്ക്കുന്നു പറഞ്ഞ് കണ്ണീരൊക്കെ തുടച്ച് കൊടുത്ത് സ്നേഹത്തോടു കൂടിയാണ് പറഞ്ഞിട്ടാണ് ആര്യൻ അവിടെ നിന്ന് ഇറങ്ങുന്നത് കേട്ടോ. രാത്രി കടയിൽ നിന്ന് വീട്ടിലേക്ക് വരാൻ വേണ്ടി ബാലൻ കട അടയ്ക്കാമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ രാമേട്ടൻ പോയി പറയുകയാണ് ആര്യൻ പിന്നെ എടാ ബാല, രാവിലെ നീ ആകാശിനോട് ചെയ്തത് ശരിയായില്ല കേട്ടോ. എന്ത് ശരിയായില്ലെന്ന്? അല്ല, അവൻ്റെ അമ്മായിയച്ഛൻ വിളിച്ച് സംസാരിച്ചെന്ന് പറഞ്ഞ് നീ എന്തിനാ അവനോട് ചൂടായത്? അതല്ല രാമേട്ടാ, ഒന്ന് ആലോചിച്ച് നോക്ക്. കടയല്ലേ നമുക്ക് പ്രധാനം. കടയുടെ കാര്യങ്ങളും അതിനും ഇതിനൊക്കെ നിൽക്കുന്ന സമയത്ത് എന്തിനാ ഇങ്ങനെ ഫോൺ വിളി സമയം കളയാണ്? അതൊക്കെ അങ്ങനെ സ്ഥിരമായിട്ടുള്ളൊരു കാര്യമല്ലല്ലോ, വല്ലപ്പോഴും അല്ലേ. ഇന്നിപ്പോൾ വിളിച്ചെന്നും പറഞ്ഞും കൊണ്ട് അത്രയ്ക്ക് അവനെ പറയേണ്ട കാര്യമുണ്ടോ? സ്പീക്കർ ഫോണിലൊക്കെ ഇട്ട് സംസാരിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായി കുറച്ച് ഇതൊക്കെയാണെന്നുള്ളത്. എടാ, നീ ഇങ്ങനെ ആവല്ലേ, കുറച്ചുകൂടെയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞ് വീണ്ടും ബാലിനെ പതുപോലെ തന്നെ ഉപദേശിക്കുകയാണ് രാമേട്ടൻ. അതും കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വരാട്ടോ. വീട്ടിൽ ധർമ്മൻ വന്ന് കൊണ്ടുവന്ന പച്ചക്കറിയും കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുക്കുമ്പോൾ തന്നെ അവിടെ ഡൈനിങ് ഹാളിലിരുന്ന് മിത്ര കരയുന്നുണ്ട്. എന്താ മോളെ കാര്യം ചോദിക്കുക. അപ്പോൾ മിത്ര പറയാം, ആര്യൻ ഇങ്ങനെ ദൂരോട്ട് പോയിക്കുക, അതിൻ്റെ സങ്കടത്തിലാന്ന് മീനാക്ഷിയും വന്ന് പറയാട്ടോ. അവനൊരു ജോലിക്കല്ലേ പോയിട്ട് വരുമല്ലോ, നീ എന്തിനാ കരയണേ എന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തിയിട്ട് അയാൾ അകത്തേക്ക് കയറി പോവാണ് കേട്ടോ. അങ്ങനെ മീനാക്ഷിയും മിത്രയും കൂടെ അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട് കാര്യങ്ങൾ. അപ്പോൾ വീണ്ടും മീനാക്ഷി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എടി നീ സങ്കടപ്പെടാതെ, അവൻ പോയിട്ടുണ്ടെങ്കിൽ അവൻ വരുമല്ലോ, പിന്നെ എന്തിനാ? അതല്ല, എന്നാലും ഇത്ര ദൂരമൊക്കെ വണ്ടി ഓടിച്ച്, അതും ഒറ്റയ്ക്ക്, ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ആരും നമ്മൾ പറഞ്ഞാൽ കേൾക്കില്ലല്ലോ, പോകണമെങ്കിൽ പോയിട്ട് വരട്ടെ, ഇത്രയും ദൂരമൊക്കെ ആദ്യമായിട്ടൊക്കെ അല്ലേ, അതുകൊണ്ടുള്ള വിഷമം, നീ സമാധാനപ്പെട് എന്നും പറഞ്ഞ് അവരിങ്ങനെ രാത്രിയായിട്ടും കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞുള്ള വിഷമത്തിലാണ് കേട്ടോ പുറത്തിറങ്ങി നിൽക്കുന്നുണ്ട്. ഒരു മഞ്ഞത്താപ്പോഴാണ് ബാലൻ, എന്താ നിങ്ങളിങ്ങനെ പുറത്ത് വന്ന് നിൽക്കുന്നത്, എന്താ ആരും ഇതുവരെ എത്തിയില്ലേ എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ ഇല്ല, അവനോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്, നേരത്തെ പറഞ്ഞോന്ന്. അപ്പോൾ തൊട്ടപ്പുറത്തുനിന്ന് ഇവരുടെ അച്ചമ്മ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ മിത്രയ്ക്ക് ബാലൻ വഴക്ക് കൊടുക്കണത്. അപ്പം മിത്ര പെട്ടെന്ന് പറയുന്നുണ്ട്, അച്ഛ അതല്ല, നമ്മുടെ ആര്യം ദൂരെ ഒരു സ്ഥലത്തേക്കാണ് പോയത്. ദൂരെയോ? എങ്ങോട്ടാണ് പോയത്? അത് കോട്ടയത്തോ ഇടുക്കിയിലോ എവിടേക്കാണ് കേട്ടോ. അത് ശരി, ഇത്രയും ദൂരത്തേക്കാണ് അവൻ പോയത്. അവൻ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. അല്ല, ആര്യനെ വഴക്ക് പറയണ്ടെന്നോ? അവൻ എന്ത് ഉത്തരവാദിത്തമാണ്? ഒരു ഭാര്യ മുറ്റത്ത് വന്ന് പാതിരാത്രി വരെ കാത്തു നിൽക്കേണ്ട ഗതി ഇതാണോ ഒരു അന്തസ്സായിട്ടുള്ളൊരു കുടുംബം എന്ന് പറയുന്നത്? ഞാൻ അവനോട് പറഞ്ഞില്ലേ ഗോമതി സ്റ്റോറി വന്ന് നിൽക്കാൻ എന്തെങ്കിലും ഒരു പാടുണ്ടോ? പറഞ്ഞാൽ കേൾക്കില്ല, അഹങ്കാരം, അവൻ എന്നെ തോൽപ്പിക്കണമെന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അതുപോലെ ശരിക്കും അവിടെ നിന്ന് പറയുക. അച്ഛമ്മ ഇതെല്ലാം കേട്ട് വിഷമിക്കുന്നുണ്ട് കേട്ടോ അപ്പുറത്ത് നിന്ന്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യും, അവൻ വരുമ്പോൾ വന്നോളും, ഇവിടെ മഞ്ഞ് കൊള്ളേണ്ട ആവശ്യമൊന്നുമില്ല, കയറിപ്പോക്കോ, അകത്തൊക്കെ കയറി പോകാനല്ലേ പറഞ്ഞ രണ്ടുപേരോടും. അങ്ങനെ മീനാക്ഷിയും ഇത്രയും കൂടെ സങ്കടത്തോടെ അകത്ത് പോവാട്ടോ. ഡൈനിങ് ഹാളിൻ്റെ മുമ്പിലിരുന്ന് രാത്രിയിലെ അത്താഴമൊക്കെ എടുത്ത് വയ്ക്കുകയാണ് നമ്മുടെ ഗോമതി. എല്ലാം പറക്കി വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരും വന്നിരിപ്പുണ്ട്. സാധാരണ ബാലനാണ് ആദ്യം അന്ന് ബാലൻ വന്നിട്ടില്ല. അപ്പോൾ തന്നെ ഉടനെ നമ്മുടെ ധർമ്മം പറയാം, ചേച്ചി ബാലേട്ടനെ വിളിക്ക്, അളിയനെ വിളിക്ക്. എനിക്കങ്ങ് വയ്യ, നീ വിളിച്ചാലേ വരുവുള്ളൂ, അറിയത്തില്ലേ കഴിക്കണമെന്ന്, വേണമെന്നുള്ളവർ വന്നിരുന്ന് കഴിച്ചോളൂ, ഇന്ന് ബുദ്ധിമുട്ടാണേ, നീ പോയി വിളിക്കടാന്ന്. അത് ശരി, അപ്പോൾ മറിഞ്ഞു നിന്നുള്ള യുദ്ധമാണല്ലേ നിങ്ങൾ രണ്ടുപേരും കൊണ്ട്? അതൊക്കെ ആയിരിക്കും ചിലപ്പോൾ, നിനക്കിപ്പം വിളിക്കണമെങ്കിൽ നീ പോയി വിളിക്കുക, എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന്. അങ്ങനെ പെട്ടെന്ന് തന്നെ മിത്രയുടെ മുഖം വീണ്ടും വാടിയിരിക്കുമ്പോൾ നമ്മൾ ഗോമതി ചോദിക്കും, എന്താടി നിൻ്റെ മുഖം ഇങ്ങനെ വാടിയിരിക്കണേ, എന്ത് പറ്റി? അല്ല, അത് ആരും ഇതുവരെ വിളിച്ചില്ല. അതാണോ? അവനൊരു ജോലിക്ക് പോയതല്ലേ, ഇനി എപ്പോഴും എന്തിനാ ഇങ്ങനെ ഇടന്ന് വിളിക്കേണ്ട ആവശ്യമില്ല, അവൻ വിളിച്ചോളും, പിന്നെ നീ അങ്ങോട്ട് കയറി വിളിക്കല്ലേ, പിന്നെ അവൻ വണ്ടിയൊക്കെ ഒഴിച്ചുകൊണ്ടിരിക്കണല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പോഴാണ് ഇതെല്ലാം കേട്ടും കണ്ടും കൊണ്ട് വരുന്നുണ്ട് ബാലൻ അങ്ങോട്ട് തൊണ്ട തുറപ്പിച്ചുകൊണ്ട് ആര്യനെ കുറ്റം പറയാൻ വരുന്ന വരവാ. അങ്ങനെ എല്ലാവരും കൂടെ തിരിഞ്ഞ് നിൽക്കാട്ടെ എപ്പിസോഡ് തീർന്നത്. പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്